أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين، أما بعد. اللهم اغفر لنا وارحمنا ولوالدينا ولجميع المؤمنين والمؤمنات. صلاة التراويح. തർവീഹത്ത് എന്ന് പറഞ്ഞാൽ വിശ്രമം എന്നാണല്ലോ അർത്ഥം. റാഹത്ത് എന്ന് പോകുന്നതാണല്ലോ തർവീഹത്ത്. സലാത്തു തറാവീഹ്, തർവീഹത്ത് എന്ന് പറഞ്ഞാൽ വിശ്രമം എന്നാണ് അർത്ഥം. ആ തർവീഹത്തിൻ്റെ ബഹുവചനാണ് തറാവീഹ്, വിശ്രമങ്ങൾ. മഫായിൽ വസന്. ഇതിൽ 4 റക്അത്ത് കഴിയുമ്പോൾ ഒക്കെ ഓരോ വിശ്രമം ഉണ്ടാവും. മറ്റുള്ള നിസ്കാരങ്ങളെ പോലെയല്ല, വിശ്രമം സുന്നത്താണ്. തറാവീഹ് സുന്നത്തുൻ, തറാവീഹ് സുന്നത്താണ്, മുഅക്കദായ സുന്നത്താണ്. ഉമർ റളിയല്ലാഹു അബൂ ഹനീഫ ഇമാമിനോട് തറാവീഹിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അബൂ ബഹുമാനപ്പെട്ടവർ പറഞ്ഞത്രേ, ഉമർ റളിയല്ലാഹു അൻഹു എന്താണ് ഈ തറാവീഹിൻ്റെ കാര്യത്തിൽ ചെയ്തത്? ഉമർ റളിയല്ലാഹു സ്ഥാപിച്ചു എന്നാണൊക്കെ പറയില്ലേ. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ മദീനയിൽ പള്ളിയിൽ ജമാഅത്തായി സ്ഥാപിച്ചു എന്നാണല്ലോ പറയാറുള്ളത്. അപ്പോൾ അബൂ യൂസുഫ് റഹിമഹുല്ലാഹ് പറയാണ്, ഞാൻ അബൂ ഹനീഫ് ഇമാമിനോട് ചോദിച്ചു തറാവീഹിനെ കുറിച്ച്, എന്താണ് ഉമർ എന്നവരതിൽ ചെയ്തത്? അപ്പോൾ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, അത്തറാവീഹ് സുന്നത്തും മുഅക്കദ വലം യതഖറസുഹു ഉമർ മിൻ തിൽഖായി നഫ്സി. അത് ഉമർ റളിയല്ലാഹു അൻഹു സ്വന്തമായിട്ട് ഉണ്ടാക്കിയതൊന്നുമല്ല. വലം യകുൻ ഫീഹി മുബ്തദിയൻ, മൂപ്പരത് പുതിയതായി ഉണ്ടാക്കിയൊരു നിസ്കാരമല്ല. വലം യഅ്മുർ ബിഹി ഇല്ലാ അൻ നസ്രില്ലദി, ഒരു തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ബഹുമാനപ്പെട്ടവരത് കൽപ്പിച്ചിട്ടുള്ളത്. വാഹിദി മിൻ റസൂലിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുമാണ് അത് ചെയ്തിട്ടുള്ളത് എന്ന് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു. അത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും സുന്നത്താണ്. അലൈക്കും ബി സുന്നത്തി സുന്നത്തിൽ ഖുലഫായ റാഷിദീൻ എന്നല്ലേ, നിങ്ങൾ എൻ്റെയും ഖുലഫാ റാഷിദിൻ്റെയും സുന്നത്ത് മുറുകെ പിടിക്കണം. ഉമർ റളിയല്ലാഹു അൻഹു അത് പതിവാക്കിയില്ലേ, ഉസ്മാൻ, അലി എന്നവരൊക്കെ പതിവാക്കിയില്ലേ. അപ്പോൾ അത് സുന്നത്താണ്. ഓക്കെ. വസ്വലാത്തുഹാ ബിൽ മസ്ജിദി സുന്നത്തു കിഫായ, പള്ളിയിൽ നിസ്കരിക്കൽ സുന്നത്ത് കിഫായാണ്, കുറ്റം കിട്ടൊന്നുമില്ല. ആരെങ്കിലും സലാത്തുഹാ ബിൽ ജമാഅത്ത് സുന്നത്തു കിഫായ, സുന്നത്ത് കിഫായത്താണ്. വഖ്തുഹാ ബഅദ സ്വലാത്തിൽ ഇഷാ, ഇഷാ നിസ്കാരത്തിന് ശേഷമാണ് അതിൻ്റെ സമയം. ഇഷാ നിസ്കാരത്തിന് ശേഷം എന്ന് പറയുമ്പോൾ വിത്തറിൻ്റെ മുമ്പ് ആകാം ശേഷവും ആകാം. യസിഹു തഖ്ദീമുൽ വിത്തിരി അല തറാവീഹി വ തഅഖീറുഹു അൻഹാ. പക്ഷേ വിത്തർ കഴിഞ്ഞിട്ട് തറാവി നിസ്കരിക്കലാണ് ഉത്തമം. അപ്പോൾ ഇഷ നിസ്കരിച്ചിട്ടാണെന്ന് പറയുമ്പോൾ ഇഷ ബാത്തിലായി കഴിഞ്ഞാൽ തറാവീഹും വിത്രൊക്കെ എന്ത് ചെയ്യും? ബാത്തിലാകും. അപ്പോൾ ഇഷയും നിസ്കരിക്കേണ്ടി വരും, വിത്രും തറാവീഹൊക്കെ നിസ്കരിക്കേണ്ടി വരും. ഇസ്തഹബു തഖീറു തറാവീഹി ഇലാ സുലുസില്ലൈൽ ഔ നിസ്ഫിഹി, അർദ്ധരാത്രിയിലേക്കോ രാത്രിയുടെ 1/3 സമയത്തേക്കോ തറാവീഹിനെ പിന്തിക്കൽ സുന്നത്താണ്. വലാ ഇക്റഹു തഖീറുഹാ ഇലാമാ ബഅദഹു, ഇനി അർദ്ധരാത്രി കഴിഞ്ഞിട്ടുള്ള സമയത്തേക്ക് പിന്തിക്കലും കറാഹത്തൊന്നുമില്ല. അല സ്വഹീഹി, പ്രബലമായ. അർദ്ധരാത്രി കഴിഞ്ഞിട്ടും ആക്കാം, അർദ്ധരാത്രി വരെ പിന്തിക്കുക, രാത്രിയുടെ 1/3 വരെ പിന്തിക്കുക. അപ്പോൾ അർദ്ധരാത്രി ആകൂല 1/3 ഇനി അർദ്ധരാത്രി കഴിഞ്ഞിട്ടും ആവാം. വഹിയ ഇശ്റൂന റക്അ, 20 റക്അത്താന്നുള്ളത് സ്വഹാബത്തിൻ്റെ ഇജ്മാ ആണ്. ബി അശ്രി തസ്ലീമാത്തിൻ, 10 സലാമുകളാണ് അതിൽ വേണ്ടത്. ഓരോ 2 റക്അത്ത് കൂടുമ്പോഴും സലാം വീട്ടണം. ഇസ്തഹബുൽ ജുലൂസ് ബഅദ കുല്ലി അർബഈൻ, ഓരോ 4 റക്അത്ത് കൂടുമ്പോൾ ഇരിക്കൽ സുന്നത്താണ്. ബി ഖദ്രിഹ, 4 റക്അത്തിൻ്റെ അളവിൽ ഇരിക്കൽ സുന്നത്താണ്. വഖദ ബഅദ തർവീഹത്തിൽ ഖാമിസത്തി, 5ാമത്തെ തർവീഹില്ലേ, 4, 8, 16, 20,
20 റക്അത്ത് കഴിഞ്ഞിട്ട് നിർത്താം. വൽ വിത്തിരി, വിത്തറിന് ശേഷവും ഇരിക്കൽ സുന്നത്താണ്. അത് സലഫ് സാലിഹ്യങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യുക. അടുത്ത ഇബാദത്തിനൊക്കെ ഒരു ഉഷാറ് കിട്ടണമെങ്കിലേ ഇത് നിർത്താതെ ചെയ്ത് കഴിഞ്ഞാൽ വിഷമം ഉണ്ടാവില്ല. അങ്ങനെ ഇടങ്ങാറായി കഷ്ടപ്പെട്ട് നിസ്കരിക്കേണ്ടതൊന്നുമില്ല. അതിനിടയ്ക്ക് വിശ്രമിച്ചിട്ട് ചാടിച്ചിട്ടോ വെള്ളം കുടിച്ചിട്ടോ ദിക്കലേറ്റിട്ടോ സലാത്തല്ലിട്ടോ ഒക്കെ ഒരു വിശ്രമം എടുക്കൽ സുന്നത്താണ്. ഓരോ 4 റക്അത്തുകൾക്ക് ശേഷം ഇരിക്കൽ സുന്നത്താണ് ഖദരിഹ, 4 റക്അത്തിൻ്റെ അത്ര സമയം. വക്കദാ ബൈന തർവീഹത്തിൽ ഖാമിസ്, 5-ാം തർവീഹത്തിന് ശേഷം അങ്ങനെ തന്നെ. 4-1, 4 കഴിഞ്ഞാൽ 1, 8-2, 12-3, 16 റക്അത്തിൽ 4, 20 റക്അത്ത് കഴിഞ്ഞിട്ട് 5 അല്ലേ. പിന്നെ വിത്തറിന് ശേഷം ഖുർആൻ മുഴുവൻ ഖത്തം ഓതണോ എന്നാണ് ചോദ്യം. ഈസന്നു ഖത്തുമുൽ ഖുർആൻ ഫി തറാവീഹിൽ ഒരു വട്ടമെങ്കിലും ഖുർആൻ പൂർത്തിയാക്കൽ സുന്നത്താണ്. ഫി ഷഹരി, ഒരു മാസത്തിനുള്ളിൽ, അല സ്വഹീഹി. വൈൻ മല്ല ബിഹി അൽ ഖൗമു, ഈ ജനങ്ങൾ കൂടെ നിൽക്കുന്ന ആളുകൾക്കൊക്കെ മടുപ്പുണ്ടാവുമെങ്കിൽ, മല്ല എന്ന് പറഞ്ഞാൽ മലയിൽ മടുപ്പുണ്ടാകുമെങ്കിൽ ഖറ, അപ്പോൾ പിന്നെ ഖത്തും ഓതണ്ട, ഇമാം ഓതേണ്ടത് ബി ഖദ്രി മാല യുവദ്ദി ഇലാ തംഫീരിഹിം, അവർ വെറുപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിക്കാത്ത അളവാണ് ഓതേണ്ടത്. ഖദ്രിമ, ഒരളവ്. ലാ യുവദ്ദി, അത് നിമിത്തമാവുകയില്ല, ഇലാ തംഫീരിഹിം, അവരുടെ വെറുപ്പിന്. നിസ്കാരത്തിന് തന്നെ വരുന്നില്ല എന്ന് പറയും. തംഫീർ ജമാഅത്ത് നിസ്കാരത്തിനോട് തന്നെ ഒരു വെറുപ്പും അകൽച്ചയും കാരണമാകുന്ന ഒരളവ് ഓതാതിരിക്കലാണ് സുന്നത്ത് ഫിൽ മുഖ്താരി. അതാണ് നമ്മുടെ കാലഘട്ടത്തിൽ തിരഞ്ഞെടുക്കേണ്ട അഭിപ്രായം അല്ലേ. എല്ലാ നിസ്കാരത്തിനുള്ള തന്നെയാണത്. കാരണം ഓത്ത് നീട്ടിയ ആൾ കുറയും, ആൾക്കാർക്ക് തംഫീർ ഉണ്ടാവും. അപ്പോൾ ഓത്ത് കുറക്കുകയാണെങ്കിൽ ആൾ കൂടും. അപ്പോൾ ആൾ കൂടുതലല്ലേ നല്ലത് എന്നാണ് പറയണത്. അതാണ് ഫത്വ നൽകേണ്ട അഭിപ്രായം. അപ്പോൾ ചെറിയ സൂറത്തൊക്കെ ഓതുക. എനിക്ക് ഒരായത്ത് ഓതുക എന്തായാലും വേണ്ടില്ല. ഓരോ റക്അത്തിൽ ഒരായത്ത് ഓതിയാലും നമുക്ക് കുഴപ്പമില്ല, ആളുകളെല്ലാവരും കൂടട്ടെ എന്നാണ് നമ്മുടെ കാഴ്ചപ്പാട്. പക്ഷേ അത്തഹിയാത്തിന് നബിൻ്റെ മേലുള്ള സലാത്തൊക്കെ ഉണ്ടായിക്കോട്ടെ കേട്ടോ. ഖുർആൻ കുറച്ചാൽ മതി. വലായത്തർക്കു സ്വലാത്ത് അല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ കുല്ലി തശഹുദി മിൻഹ, അത് മുഅക്കദായ സുന്നത്താണല്ലോ. എന്നല്ല ചില പണ്ഡിതന്മാർ നിർബന്ധമെന്നും പറയുന്നുണ്ട്. വലവും അല്ലൽ ഖൗമു, ഈ ജനങ്ങൾക്ക് മടുപ്പുണ്ടായാലും, അവിടെ വാവ് മുബാലഗത്തിനാണ്. ജനങ്ങൾക്ക് മടുപ്പുണ്ടായാലും സലാത്തൊന്നും ഒഴിവാക്കണ്ട. അലൽ മുഖ്താർ, പ്രബലമായ പ്രായത്തിൽ. അത് മടി എന്നതിന് പറയാം. അതിന് മടി എന്നാണ് പറയാം, അത്യാവശ്യമായതും ചെയ്യാൻ കഴിയാത്ത ആൾക്കാരത്. വലായത്തുർക്കു സനാ, അതുപോലെ തന്നെ ഓരോ 2 റക്അത്ത് കൂടുമ്പോഴും തുടക്കത്തിൽ ഒരു സനാ ഉണ്ടല്ലോ, അതാണ് പൊയ്ത്തിക്കൊണ്ടുള്ള കുറച്ച് ദുആ, അല്ലാഹുമ്മ ഇന്നാ നസ്തഈനുക വനസ്തഗ്ഫിറുക അല്ലേ, അതും ഒഴിവാക്കണ്ട. അല്ലാഹുമ്മ ഇന്നാ നസ്തഈനുക വനസ്തഗ്ഫിറുക അതല്ലേ ചെല്ലല് അല്ലല്ലേ? അല്ല, സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക, സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക തബാറക ഇസ്മുക വ തആല ജദ്ദുക, ആ സന ഒഴിവാക്കണ്ട. വലാ യുതി ബിദ്ദുആഇ, ഇനി സലാം വീട്ടുമ്പോൾ കുറേ ദുആ പറയുന്നുണ്ടല്ലോ, അതും വേണ്ട. ഇൻ മല്ലൽ ഖൗമ, ജനങ്ങൾക്ക് മടുപ്പുണ്ടെങ്കിൽ ആ ദുആവും വേണ്ട. സലാം വീട്ടുന്ന സമയത്തുള്ള ദുആവും വേണ്ട. ഇൻ മല്ലൽ ഖൗമ, ആളുകൾക്ക് അതുകൊണ്ട് മടുപ്പ് ഉണ്ടാകുമെങ്കിൽ. ഒന്നായിട്ട് ഒഴിവാക്കണ്ട, കുറച്ച് ദ്വാരക്കുക. വലാ തുഖദ തറാവീഹു ഫിവാത്തിയ, തറാവീഹ് നിസ്കാരം നഷ്ടപ്പെട്ടാൽ അതിനെ ഖളാ വീട്ടൊന്നുമില്ല. മുൻഫരിദൻ ഒറ്റയ്ക്കും ഖളാ വീട്ടാൻ പറ്റൂല. വലാബി ജമാഅത്ത്, ജമാഅത്തായിട്ടും ഖളാ വീട്ടാൻ പറ്റൂല. ഓരോ 2 റക്അത്തിന് സലാം വീട്ടിയിട്ടില്ലെങ്കിൽ ഷാഫി മദ്ഹബിൽ നിസ്കാരം തന്നെ സ്വഹിയാകൂല എന്നാണ്. ഹനഫി മദ്ഹബിൽ കറാഹത്താണ്, സ്വഹിയാവൊക്കെ ചെയ്യുന്നുള്ള അഭിപ്രായമുള്ളത്. പിന്നെ സമയമൊക്കെ അങ്ങനെ തന്നെയാണ്. പിന്നെ തറാവീഹ് ഖളാ വീട്ടാം എന്നാണ് ഷാഫി മദ്ഹബ്. ഖളാ വീട്ടാം. വിത്റിനെ പിന്തിക്കലാണ് ഉത്തമം. തറാവീഹിനേക്കാൾ വിത്റിനെ പിന്തിക്കലാണ് ഉത്തമം. നമ്മൾ പറയുന്ന വിത്ർ കഴിഞ്ഞിട്ട് തറാവീഹ് നിസ്കരിക്കലാണ് ഉത്തമം എന്നല്ലേ നമ്മൾ പറഞ്ഞത്, ഇപ്പം ഇവിടെ പറഞ്ഞത്. രണ്ടും പറ്റും, പക്ഷെ വിത്റിനെ പിന്തിക്കലാണ് ഉത്തമം ഷാഫി മദ്ഹബ്. ഇയാലു ആഖിറ സ്വലാത്തിക്കും ബില്ലൈലി വിത്റ എന്നൊരു ഹദീസ് കണ്ടില്ലേ. ബാബു സ്വലാത്ത് ഫിൽ കഅബ,
കാബൻ്റെ അകത്തുള്ള നിസ്കാരത്തെക്കുറിച്ചാണ് അടുത്ത പാഠം. ഖിബിലക്ക് മുന്നിടം എന്നാണല്ലോ നമ്മൾ പറഞ്ഞത്, കാബയിലേക്ക് മുന്നിടം എന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ കാബൻ്റെ മുഴുവനത്തിലേക്ക് മുന്നിടേണ്ട ഒരു കാബൻ്റെ ജ്യൂസിലേക്ക് മുന്നിട്ടാൽ മതി. അതുകൊണ്ട് തന്നെ അതിനുള്ളിൽ നിസ്കരിച്ചാലും സഹിയാകും. സഹ ഫറദും നഫലും ഫിഹ, കാബൻ്റെ അകത്തുള്ള ഫറദും സുന്നത്തൊക്കെ സഹിയാണ്. വക്കഥ ഫൗഖഹ, കാബൻ്റെ മുകളിലും. പക്ഷേ വൈലം എത്തഹിദ് സുത്രത്തൻ, നിസ്കരിക്കുന്ന ആൾ ഒരു മറയൊന്നും വെച്ചിട്ടില്ലെങ്കിൽ പോലും ലാകിന്നഹു മക്രൂഹൻ, പക്ഷേ അത് കറാഹത്താണ്. ഈ ഫർദോ സുന്നത്ത് നിസ്കരിക്കുന്ന ആൾ മുകളിൽ വെച്ച് കാബൻ്റെ മുകളിൽ നിസ്കരിച്ചാലും സഹിയാകും. വൈലം യകുൻ സുത്രത്തൻ, മറയൊന്നും ഇല്ലെങ്കിൽ പോലും സഹിയാകും. ലാകിന്നഹു മക്രൂഹൻ, കാബൻ്റെ മുകളിൽ നിസ്കരിക്കൽ കറാഹത്താണ്. കാരണം ഇസാത്തിൽ അദബി, അതൊക്കെ ഒരു അച്ചടക്കക്കേടല്ലേ. ബിസ്തി അലാഹി അലിയ, കാബൻ്റെ മുകളിൽ കയറാന്നുള്ള ഒരു അച്ചടക്കക്കേടല്ലേ, അതൊരു അപമര്യാദയല്ലേ. ഇസാത്തുള്ളത് ഒരു അപമര്യാദയാണ്. എന്താ കാരണം? കാബ് അത്ര പ്രധാനപ്പെട്ട മഹത്തായൊരു ഗേഹമാണ്, അതിന് മുകളിലൊക്കെ കയറാം. വമൻ ജഅല ദഹ്റഹു ഇലാ ഗൈരി വജ്ഹി ഇമാമിഹി ഫീഹാ ഫൗഖഹു, സ്വഹ. ഈ ഒമൻ ജഅല ദഹ്റഹു ഇലാ ഗൈരി വജ്ഹിഹി ഇമാമിഹി, ഇമാമിൻ്റെ നേരെ മുന്നിൽ മാമൂം നിൽക്കാൻ പാടില്ല എന്നേ ഉള്ളൂ. ഇമാം ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ മാമൂമിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചുറ്റുഭാഗത്തും നിൽക്കാം. നേരെ മുന്നിൽ നിൽക്കാൻ പാടില്ല എന്നേ ഉള്ളൂ. ഇപ്പോൾ ഇമാമ് ഈ ഭാഗത്ത് നിൽക്കുമ്പോൾ മാമൂമിങ്ങൾക്ക് തുടർന്നുകൊണ്ട് ആ ഭാഗത്ത് കണ്ട് നിസ്കരിക്കാമല്ലോ. അങ്ങനെ സഫല്ലായിരിക്കും. ഒമൻ ജഅല ദഹ്റഹു, ഒരാളുടെ പുറഭാഗം ആക്കിയാൽ ഇലാ ഗൈരി വജീഹി ഇമാമി, ഇമാമിൻ്റെ മുഖഭാഗത്തേക്കല്ലാതെ ഒരാൾ മഅ്മൂമിൻ്റെ പുറം ആക്കി നിസ്കരിച്ചാൽ, ഔ ഫൗഖഹ, അല്ലെങ്കിൽ മുകളിലേക്ക് നിസ്കരിച്ചു, ഇല്ലല്ലേ? കാബൻ്റെ ഉള്ളിലോ അതിൻ്റെ മുകളിലോ ഉള്ള, അല്ലേ, കാബൻ്റെ ഉള്ളിലുള്ള ഇമാമ് ഫീഹ ഔ ഫൗഖഹ, അല്ലെങ്കിൽ കാബൻ്റെ മുകളിലുള്ള ഇമാമിൻ്റെ മുഖത്തേക്കല്ലാതെ ലഹ്റ് തിരിച്ചു, അവൻ്റെ പുറഭാഗം തിരിച്ചു. ഒരാൾ മഅ്മൂമിൻ്റെ ബേക്ക് ഭാഗം തിരിച്ചാൽ, മുഖം ഒടുക്കാണ്, ഇമാമിൻ്റെ പുറഭാഗത്തേക്കാണെങ്കിൽ കുഴപ്പമില്ല, അപ്പോൾ നേരെ പിന്നിലാണെന്നർത്ഥം. ഇമാമിൻ്റെ പിന്നിലേക്ക് മുഖം തിരിക്കുക എന്ന് പറഞ്ഞാൽ ഇമാമിൻ്റെ പിന്നിൽ നിൽക്കുക എന്നല്ലേ. അല്ലെങ്കിൽ ഇമാമിൻ്റെ ഒരു ഭാഗത്തേക്കാണ് അവൻ്റെ മുഖം, കാരണം ചുറ്റിങ്ങനെ നിൽക്കല്ലേ, കറങ്ങി നിൽക്കല്ലേ. അപ്പോൾ അവൻ്റെ മുഖം ചിലപ്പോൾ ഇമാമിൻ്റെ ഒരു ഭാഗത്തേക്കായിരിക്കും. അല്ലെങ്കിൽ അവൻ്റെ പിൻഭാഗം ധരിക്കും ഇമാമിൻ്റെ ഒരു ഭാഗത്തായിരിക്കും ഉണ്ടാവുക. അല്ലെങ്കിൽ അവൻ്റെ പുറഭാഗം ഇമാമിൻ്റെ പുറഭാഗത്തേക്കായിരിക്കും ഉണ്ടാവുക. അങ്ങനെയൊക്കെ ഉണ്ടാവും. വട്ടം കൂടി നിൽക്കുമ്പോൾ ആ കോലത്തിലൊക്കെ വരും. റൗണ്ടായിട്ട് ഇങ്ങനെ നിൽക്കല്ലേ, ഇമാം ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ റൗണ്ടായിട്ട് ഇങ്ങനെ കറങ്ങിക്കല്ലേ. അങ്ങനെയൊക്കെ വരുമ്പോൾ ഇമാമിൻ്റെ മുഖത്തേക്ക് അല്ലാതെ അവൻ്റെ പിൻഭാഗം തിരിച്ചുകൊണ്ട് നിൽക്കുക എന്നുള്ളതാണ്. അവൻ്റെ പിൻഭാഗം ഇമാമിൻ്റെ മുഖത്തേക്ക് തിരിയരുത്, അത്രയേ ഉള്ളൂ. അത് വേറെ ഏത് കോലത്തിൽ നിന്നാലും പാടില്ല. അങ്ങനെ നിന്നാൽ സ്വഹ 9 രൂപങ്ങളുണ്ട് അവിടെയൊക്കെ നമസ്കാരം എന്താവും? സഹിയാകും. വൈൻ ജഅല ദഹ്റഹു ഇലാ വജ്ഹി ഇമാമി, അതിൻ്റെ ബാക്കി. അപ്പോൾ ഒരാളെ പുറഭാഗം ഇമാമിൻ്റെ മുഖത്തേക്ക് തിരിച്ചാലോ, അപ്പോൾ നേരെ മുന്നിൽ നിന്നാൽ ലാ യസിഹു, തുടർച്ച സഹിയാവൂല. ഇമാമിനേക്കാൾ മുന്തി എന്നുള്ളതാണ് പ്രശ്നേ. വസഹൽ ഇഖ്തിദാഉ ഖാരിജഹ ബി ഇമാമിൻ ഫിഹ, ഇനി ഇമാമ് കാബൻ്റെ ഉള്ളിൽ മഅ്മൂം പുറത്തു ആണെങ്കിലോ, ഇതുവരെ പറഞ്ഞ് ഇമാമ് മഅ്മൂം ഉള്ളിലാണല്ലേ. അപ്പോൾ ഇമാമ് മഅ്മൂം കാബൻ്റെ ഉള്ളിലാവുമ്പോൾ വിഷയമാണ് പറഞ്ഞത്. അപ്പോൾ ഇനി എന്നാ മനസ്സിലാകുന്നത് ശരിക്കും നോക്കി. ഇമാം വൈൻ ജഅല ദഹ്റഹു ഇലാ വജ്ഹി ഇമാമി ലാ യസിഹു ഫിഹ, അതിൻ്റെ ഉള്ളിലാവുമ്പോൾ വൈൻ ജഅല ദഹ്റഹു ഇലാ വജ്ഹി ഇമാമി ലാ യസിഹു വസഹൽ ഇഖ്തിദാഉ ഖാരിജഹ,
ഇനി കാബൻ്റെ പുറത്തുള്ള ആളോട് തുടരാൻ പറ്റും, ആൾക്ക് തുടരാൻ പറ്റും. ഇമാമിൻ ഫിയ, കാബൻ്റെ ഉള്ളിലുള്ള ഇമാമിനോട് എന്ത് ചെയ്യാൻ പറ്റും? തുടരാൻ പറ്റും. വൽ ബാബു മഫ്തൂഹിന്, വാതിൽ തുറക്കപ്പെട്ടാൽ. നേരത്തെ പറഞ്ഞത് എല്ലായിടത്തേക്കും വെച്ചോളൂ, ഒരു കുഴപ്പമില്ല, കാബൻ്റെ ഉള്ളിലോട്ട് പുറത്താവട്ടെ. ഇനി വാതിൽ തുറന്നിട്ടുണ്ടെങ്കിൽ ഇമാമ് ഉള്ളിൽ നിൽക്കുകയാണെങ്കിൽ മഹ്മൂമിന് പുറത്തുനിന്ന് തുടരാം എന്നാണ് ഇപ്പോൾ ഈ പറഞ്ഞത്. സഹൽ ഇഖ്തിദാഉ ഖാരിജഹ ബി ഇമാമിൻ ഫിഹ, കാബൻ്റെ ഉള്ളിലുള്ള ഇമാമിനോട് തുടരാം. ഏത് സ്ഥിതിയിൽ? വൽ ബാബു മഫ്തൂഹിന്, വാതിൽ തുറന്ന് നടക്കുകയാണെങ്കിൽ. അതിപ്പോൾ മിഹ്റാബ് നിൽക്കണ മാതിരിയല്ലേ ആവുള്ളൂ, പള്ളിയിലെ മിഹ്റാബിൽ ഇമാം നിൽക്കണ മാതിരിയല്ലേ ആവുള്ളൂ. വഇൻ തഅല്ലഖു ഹൗലഹ, വഇൻ തഅല്ലഖു ഹൗലഹ വൽ ഇമാമു ഖാരിജഹ, ഇനി ഇമാമ് പുറത്ത് നിൽക്കുകയാണ്, അവർ ജനങ്ങളൊക്കെ പാടെ കഅബൻ്റെ ചുറ്റുഭാഗത്തും വട്ടം കൂടി നിന്നാൽ, ഹൽഖയായിട്ട് നിന്നാൽ, സഹിയാകും. ഇല്ലാലി മങ്കാന ഖറബ ഇലൈഹ ഫി ജിഹത്തി ഇമാമി, ഒരാൾ തൊഴികെ ഇമാമ് നിൽക്കുന്ന ഭാഗത്ത് ഇമാമിനേക്കാൾ അടുപ്പിച്ച് കാബിനോട് ഒരാൾ നിന്നാൽ ഒഴികെ. ഇമാമ് നിൽക്കുന്ന ഭാഗത്ത് ഇമാമിനേക്കാൾ അടുപ്പം ഒരാൾ ഇമാമിൻ്റെ അടുത്ത് നിന്നു, ഇമാമിനേക്കാൾ അയാൾക്ക് എന്തുണ്ട്? കാബിനോട് അടുപ്പുണ്ട്. അയാളുടെയും കാബിൻ്റെയും ഇടയിലുള്ള അകലം ഇമാമിൻ്റെയും കാബിൻ്റെ ഇടയിലുള്ളതിനേക്കാൾ കൂടുതലുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒഴികെ, അപ്പോൾ ശരിയാവില്ല. ഇതാ തഹല്ലഖു ഹൗലഹ, കാബൻ്റെ ചുറ്റുഭാഗത്തും ഒരാൾ ഒരു വട്ടമിട്ട് നിസ്കരിച്ചു മഅ്മൂമിങ്ങൾ. ഒരു ഇമാമ് ഖാരിജ്, ഇമാമാണെങ്കിൽ കാബൻ്റെ പുറത്താണെങ്കിൽ സ്വഹിയാകും. ഇല്ല, ഒരുത്തനൊഴികെ കാന അഖ്റബ ഇലൈഹ, അവൻ കാബയിലേക്ക് അടുത്ത് നിൽക്കുകയാണ് ഇമാമിനേക്കാൾ, ഫി ജിഹത്തി ഇമാമിഹി, ഇമാമിൻ്റെ വശത്ത്. അവൻ ഇമാമിനേക്കാൾ മുന്നിലാണെന്നർത്ഥം. അവൻ ഇമാമിനേക്കാൾ മുന്നിലാണ്, അവൻ്റെ പുറഭാഗം ഇമാമിൻ്റെ മുഖത്തേക്ക് തിരിച്ചാണ് നിൽക്കുന്നതെന്നർത്ഥം. ഇമാമിൻ്റെ മുന്നിലാവുമ്പം കേട്ടാ, ഇമാമിൻ്റെ ഭാഗത്താവുമ്പോൾ, ഇമാമിൻ്റെ ജിഹത്തിലാവുമ്പോഴാണ് വിഷയം. വേറെ എവിടെയും ജിഹത്താണെങ്കിൽ കാബയിലേക്ക് അടുത്തെന്നാലും കുഴപ്പമൊന്നുമില്ല. ഇമാമിനേക്കാൾ ഇമാമ് നിൽക്കുന്ന ഭാഗത്ത് എന്ത് ചെയ്യാൻ പാടില്ല? കാബയിലേക്ക് ഇമാമിനേക്കാൾ അടുത്തെക്കാൻ പാടില്ല. വേറെ പറ്റും. അടുത്തത് യാത്രക്കാരൻ്റെ നിസ്കാരമാണ്. യാത്രയിലിപ്പോൾ ഒരിളവുണ്ട്, നിസ്കാരം ഖസ്റാക്കി നിസ്കരിക്കാനുള്ള ഇളവുണ്ട്. ഇളവല്ല, അത് നിർബന്ധമാണ് അല്ലേ? ഷാഫി മദ്ഹബിൽ ഖസ്റാക്കി നിസ്കരിക്കുക എന്നുള്ള ഇളവാണ്, വേണമെങ്കിൽ ചെയ്താൽ മതി. പക്ഷേ ഹനഫി മദ്ഹബിൽ എന്താണത്? നിർബന്ധമല്ലേ? ഓക്കെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹി, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. اللهم إنا نسألك علما نافعا وعملا متقبلا ورزقا حلالا طيبا يا رب العالمين. اللهم نبر قلوبنا بالإيمان والمعرفة. اللهم اجعلنا من علماء الآخرة. اللهم توفنا مسلمين والحقنا بالصالحين. اللهم ربنا زدنا علما نافعا واغفر لنا ولوالدينا ولمشايخنا ولجميع المؤمنين والمؤمنات. اللهم أصلحنا وأزواجنا وأولادنا بما أصلحت به عبادك الصالحين. ربنا واغفر لنا ولجميع المؤمنين والمؤمنات. صلى الله وسلم على سيدنا محمد وآله وصحبه أجمعين. الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.